ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ്, രാവിലെ റബ്ബർ വെട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന മുമ്പ് എനിക്കൊരാശയം തോന്നി. ഒരു ചെറിയ കാര്യം, സൺഡേ അല്ലേ, നമ്മൾ മോട്ടിവേഷൻ സ്പീച്ചൊന്നും അല്ല, സാധാരണ ഒരു ഇത് സാധാരണക്കാരൻ. അപ്പോൾ എന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇത് മാതൃഭൂമി പത്രം കേട്ടോ, മാതൃഭൂമി പത്രം. അപ്പോൾ ഈ മാതൃഭൂമി പത്രം രാവിലെ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നി, എന്തെങ്കിലും മാതൃഭൂമി എന്നല്ല, ഏത് പത്രമാണെങ്കിലും പിന്നെ നമ്മൾ മൊബൈലൊക്കെ നോക്കിയിട്ടാണ് വാർത്തകൾ, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം. ഇപ്പം ഒരു പരിധി വരെ നമ്മൾ ടി വിയിലേക്കൊക്കെ പോക്കൊക്കെ വളരെ കുറഞ്ഞു. അതിൻ്റെ കാര്യം, നമ്മൾ കുറേ ആൾക്കാരെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു കുറവ് വന്നു. അത് ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ്. പിന്നെ കാഴ്ചേൻ്റെ പ്രശ്നം, ഒരുപാട് കാഴ്ച പ്രശ്നങ്ങൾ വന്നു. അപ്പോഴെല്ലാം നമുക്ക് ഈ വക പ്രശ്നങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയായിരുന്നു. ഫോൺ നോക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ, അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഫോണില്ലാണ്ട് നമുക്കിനി ജീവിക്കാൻ പറ്റാത്ത കാലത്തിലേക്ക് നമ്മൾ കടന്നുപോയി. അപ്പോൾ ഞാൻ പറയുന്നത് അതല്ല, വായനകളുടെ ഒരു കാലഘട്ടമാണ്. പഴയ ചായക്കടകളിലെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രാവിലെ ചായക്കടയിലെല്ലാം പോയിരുന്നിട്ട് ഒരു 60 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും, പ്രായത്തിൽ കൂടിയതും കുറഞ്ഞതും, മറ്റേ ആളൊരു വായിക്കുന്നത് ചിലപ്പോൾ ഒരാൾ ഒച്ചയിൽ വായിക്കും, എന്നിട്ട് മറ്റുള്ളവർ ശ്രവിക്കും. അങ്ങനെയൊക്കെ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരാളാണെങ്കിൽ ഈ ഫുള്ളായിട്ട് വായിക്കണമെന്നൊന്നുമില്ല. കൊല്ലത്ത് ദേശീയപാതയിൽ വൻ വീഴ്ച. കൊല്ലത്ത് ദേശീയപാതയുടെ തകർച്ച, വൻ വീഴ്ച. കൊല്ലത്ത് ദേശീയപാത തകർന്നിട്ടുണ്ട്, അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട്, അപകടവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ളത് എന്തെല്ലാമെന്നായിരിക്കും താഴത്തെ ഹെഡിങ്ങിൽ പറയാം. റെയിൽവേയുടെ അതെന്ന് പറഞ്ഞ പോലെ വിമാന യാത്രാ നിരക്ക് നിശ്ചയിച്ച കേന്ദ്രം, കൊള്ളയ്ക്ക് ഒരു പരിധിയുണ്ട്. അതായത് അത് എന്താണെന്ന് വെച്ചാൽ, വിമാന കമ്പനികൾ അവർക്ക് തോന്നിയ പോലെ ക്യാഷ് ഈടാക്കുന്നതുകൊണ്ട് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കേന്ദ്രം. അതാണ് ആ വാർത്ത. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ, ആ വാർത്തയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കുറേ താഴോട്ട് വരുന്നുണ്ട്. പിന്നെ രാഹുലിൻ്റെ അറസ്റ്റിൻ്റെ വിലക്ക്, മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും, വീണ്ടും 15-ന് പരിഗണിക്കും, 8-ന് വീണ്ടും പരിഗണിക്കും, അറസ്റ്റിന് വിലക്കില്ലെന്ന് സെഷൻ കോടതി പറഞ്ഞിട്ടുണ്ട്. റിവാൾഡോ നീ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. റിവാൾഡോ എന്ന് പറഞ്ഞാൽ ആനയാണ്. മുതുമല കടുവാ സംഘത്തിലെ കാട്ടുകൊമ്പനെ കാണാതായിട്ട് 3.5 മാസം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ അരിക്കൊമ്പൻ്റെ കാര്യം കേട്ടോ. അരിക്കൊമ്പൻ്റെ വിവരമൊന്നുമില്ല. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പിന്നെ ഒരു ഓട്ടോക്കാരൻ ഒരു ഫ്ലെക്സ് എല്ലാം പിടിച്ച് യാത്ര ചെയ്തതും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ വിധി നാളെയാണ് കേട്ടോ. നടിയെ ആക്രമിച്ച കേസിലെ വിധി നാളെയാണ്. സുപ്രധാന വിധിയാണ്. എന്തുണ്ടാവുമെന്ന് കണ്ടറിയണം. അതൊക്കെ ഭയങ്കര ഒരു സംഭവമായി. നടിയെ ആക്രമിച്ച കേസിൽ വിധി ഇത്രയൊക്കെ നമ്മൾ സാധാരണ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കേസ് ഇത്രത്തോളം തെറ്റ് ചെയ്തവരാരായിരിക്കോട്ടെ, അവർക്ക് ശിക്ഷ കൊടുക്കാൻ ഇത്രയും കാലയളവ് ഉള്ളിൽ പ്രധാനപ്പെട്ട സംവിധായകർ, നടിച്ച ആൾക്കാരെല്ലാം ഉള്ളിൽ പോയി. സംവിധായകർ അവിടെ തന്നെ പുറത്ത് കിടക്കുകയാണ്. പൈസ മുടക്കിയവരും സംവിധാനം ചെയ്ത ആൾക്കാരെല്ലാം അങ്ങനെ പുറത്തൂടെ വിലസി നടക്കുകയാണ്. വർഷം എത്ര കിടക്കുന്നു നമ്മൾ ഓർക്കണം. അപ്പോൾ എവിടെയൊക്കെയോ അതിലും ഒരു ചെറിയ സുപ്രധാന വീഴ്ചകളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് പത്രവായനയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. പത്രവായന എത്രത്തോളം നല്ലതാണോ അത്രത്തോളം ഗുണം ചെയ്യും. പത്രവാർത്ത എത്രത്തോളം നമ്മുടെ സമയം പോലെ നമ്മളെല്ലാവരും പത്രം വായിക്കണം. നമ്മളെല്ലാവരും നമ്മുടെ മക്കളോട് ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. മൊബൈൽ ഉപയോഗിക്കാനുള്ള ഒരു സിറ്റുവേഷൻ, പിന്നെ മൊബൈൽ ഉപയോഗിക്കുന്നതിനൊരു ടൈമിങ്, പിന്നെ എന്താ പറയുക, പിന്നെ സീരിയലുകളുടെ കടന്നുകയറ്റം വല്ലാണ്ട് തന്നെ നമ്മളെ ദുർബലമാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു എപ്പിസോഡിൽ നിന്ന് നമ്മൾ മനോരമ വീക്കിലിയുടെ കാലഘട്ടം, വ്യാഴാഴ്ച വരുന്ന മനോരമ വായിച്ച് വ്യാഴാഴ്ച രാവിലെ, അത് അല്ലെങ്കിൽ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ച നമ്മൾ ബാറ്റം പോസ്റ്റിൻ്റെ മറ്റൊരു നോവൽ ഇതൊക്കെ വായിച്ച് നമ്മൾ അങ്ങനെ നടന്നൊരു കാലഘട്ടത്തിൽ നിന്ന് പോയി നമ്മൾ നേരെ ഈ സീരിയലിലോട്ട് കയറിപ്പറ്റി കേട്ടോ. സീരിയലിലോട്ട് കയറിപ്പറ്റിയിട്ട് നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ, നമ്മൾ വൈകുന്നേരം നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്, പലരും ഫുഡ് വായിൽ വെച്ചിട്ട് ഇങ്ങനെ സീരിയൽ കണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വിലക്കിയിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ചെല്ലുന്ന ദിവസം മാത്രം ഒന്നെങ്കിൽ നമ്മൾ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വാർത്തകൾ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്ററി അങ്ങനെയുള്ള കാര്യങ്ങൾ